എന്താണ് ലോൺ അഗെയിൻസ്റ്റ് ഷെയർസ്? ഇത് നമ്മുടെ ബാങ്കിങ് ആൻഡ് ഫിനാൻഷ്യൽ സെക്ടറിനെ ശക്തിപ്പെടുത്തുമെന്ന് പറയുന്നത് എന്തുകൊണ്ട്? കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ 3 മേജർ മാർക്കറ്റ്സിനെ പറ്റി പഠിച്ചിരുന്നു. സേവിങ്സ് മാർക്കറ്റ്, ഡെറ്റ് മാർക്കറ്റ് ആൻഡ് ഇക്വിറ്റി മാർക്കറ്റ്. ഇതിൽ ഇക്വിറ്റി മാർക്കറ്റിനെയും ഡെറ്റ് മാർക്കറ്റിനെയും ഡയറക്റ്റ്ലി ലിങ്ക് ചെയ്യിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ലോൺ അഗെയിൻസ്റ്റ് ഷെയർസ്. അതായത് ഇക്വിറ്റി മാർക്കറ്റിലുള്ള ഒരു കമ്പനിയുടെ ഷെയർസ് നിങ്ങൾ ഡെറ്റ് മാർക്കറ്റിലുള്ള ഒരു ബാങ്കിൽ പോയി പണയം വെക്കുമ്പോൾ അവർ നിങ്ങൾക്കൊരു ലോൺ തരുന്നു ആൻഡ് നാളെ നിങ്ങൾ ആ ലോൺ തിരിച്ചടയ്ക്കുന്നു. ഇവിടെ 2 മേജർ അഡ്വാൻറ്റേജസ് ആണ് വർക്കൗട്ട് ആവുന്നത്. ആസ് എൻ ഇൻവെസ്റ്റർ, നിങ്ങൾ ഒരു കമ്പനിയുടെ ഷെയർസ് പണയം വെക്കുമ്പോൾ നാളെ ആ കമ്പനി വളരുകയാണെങ്കിൽ, ആ കമ്പനി കൂടുതൽ പ്രോഫിറ്റ്സ് ഉണ്ടാക്കുകയാണെങ്കിൽ, ആ കമ്പനിയുടെ ഷെയർ പ്രൈസ് അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ അത് മിസ് ഔട്ട് ആവുന്നില്ല. നിങ്ങൾ എങ്ങാനും ആ ഷെയർസ് റിഡീം ചെയ്തിട്ടായിരുന്നു ചെയ്തിരുന്നെങ്കിൽ അത് നിങ്ങൾക്ക് മിസ് ഔട്ട് ആയേനെ. രണ്ടാമത്തെ അഡ്വാൻറ്റേജ് കിട്ടുന്നത് ബാങ്കുകാർക്കാണ്. കാരണം ഡെറ്റ് മാർക്കറ്റ് സൈക്കിൾ നിങ്ങൾക്ക് അറിയാമല്ലോ, അവിടെ കിടന്ന് കറങ്ങുന്ന പൈസ ഫിക്സഡ് ഡെപ്പോസിറ്റിലും ലോണിലും തന്നെ ഒതുങ്ങുന്നു. ഇവിടെ അവർക്ക് ഫ്രഷ് ആയിട്ടുള്ള ക്യാപിറ്റൽ റേസ് ചെയ്യാൻ പറ്റുന്നു ആൻഡ് ഈ പൈസ എക്കണോമിയിൽ കൂടുതൽ ബൂസ്റ്റ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഈ ഇന്നോവേറ്റീവ് പ്രൊഡക്റ്റിലൂടെ ബാങ്കുകാർക്ക് കൂടുതൽ ക്യാപിറ്റൽ എക്കണോമിയിലേക്ക് പമ്പ് ചെയ്യാൻ പറ്റുന്നു. അതായത് കൂടുതൽ മാനുഫാക്ചറിലേക്ക് കൂടുതൽ പൈസ എത്തുന്നു, കൂടുതൽ പ്രൊഡക്ഷൻ നടക്കുന്നു, കൂടുതൽ കൺസംഷൻ നടക്കുന്നു. ഈ ഒഴുകിയെത്തുന്ന എക്സ്ട്രാ ഫണ്ടുകൾ നമ്മുടെ എക്കണോമിക്ക് കൂടുതൽ ബൂസ്റ്റ് തരികയും ചെയ്യും. ഇതിലുപരി ഒരു ബെനിഫിറ്റും കൂടി ഇൻവെസ്റ്റർക്ക് കിട്ടുന്നുണ്ട്. അത് ടാക്സ് ബെനിഫിറ്റ് ആണ്. അതായത് നിങ്ങൾ ഒരു ഷെയർ വിൽക്കുകയായിരുന്നെങ്കിൽ 12.5% നിങ്ങൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് ആയിട്ട് അടയ്ക്കേണ്ടി വന്നേനെ. ഇവിടെ നിങ്ങൾ ഷെയർസ് വിൽക്കുന്നില്ല, പകരം ലോണാണ് എടുത്തേക്കുന്നത്. അത് കാരണം അവിടെ ഒരു റിഡംഷൻ ട്രാൻസാക്ഷൻ നടക്കുന്നില്ല. പിന്നെ നിങ്ങളൊരു ബിസിനസ്സുകാരനാണ്, നിങ്ങൾ ഈ ലോൺ എടുത്തേക്കുന്നത് ഒരു ബിസിനസ് ആവശ്യത്തിനാണെങ്കിൽ അതിൽ വരുന്ന ഇൻട്രസ്റ്റ് കമ്പോണന്റ് നിങ്ങൾക്ക് ബിസിനസ് എക്സ്പെൻസ് ആയിട്ട് ക്ലെയിം ചെയ്യാനും പറ്റുന്നതാണ്. ഈ ലോൺ അഗെയിൻസ്റ്റ് ഷെയർസ് അധികം പേരും ഉപയോഗിച്ച് തുടങ്ങിയിട്ടില്ല. പക്ഷെ നല്ല ടൈമാണ് ഇതിനെപ്പറ്റി പഠിക്കാനും ഉപയോഗിച്ച് തുടങ്ങാനും. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ നിങ്ങൾക്ക് ഇന്ന് തന്നെ എന്നെ കോൺടാക്ട് ചെയ്യുന്നതാണ്. ബാലചന്ദ്രൻ വിശ്വറാം, യുവർ വെൽത്ത് മാനേജർ.